നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇഡിയെ ചൊല്ലി പശ്ചിമബംഗാളിൽ രാഷ്ട്രീയ വിവാദം കൊഴുക്കുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകുന്ന ഐപാക്കിൽ നടന്ന പരിശോധന ബിജെപി നിർദ്ദേശപ്രകാരമെന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ആരോപണം. ഇഡി പരിശോധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് തീരുമാനം. അതേസമയം ഇഡി പരിശോധന തടസ്സപ്പെടുത്തിയ മമതാ ബാനർജിക്ക് രൂക്ഷ വിമർശനവുമായി ബിജെപിയും രംഗത്തെത്തി. അന്വേഷണത്തിൽ ഇടപെട്ടതിന് മമതയ്ക്കെതിരെ ഇഡി നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി അവകാശപ്പെട്ടു. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ ഐപാക്കിലെ പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ മമതാ ബാനർജി എത്തി തടയുന്നു. തുടർന്ന് വലിയ നാടകീയ സംഭവങ്ങൾക്ക് പശ്ചിമബംഗാൾ സാക്ഷ്യം വഹിക്കുന്നു. ഇഡിയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണല്ലേ? ഗുഡ് മോർണിംഗ് ഹരിപ്രിയ. എങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചിമബംഗാളിൽ ഇഡിയെ ചൊല്ലി അങ്ങ് രാഷ്ട്രീയ വിവാദം കൊഴുക്കുകയാണ്. ശക്തമായ പ്രതിഷേധം ഇഡിക്കും കേന്ദ്ര സർക്കാരിനും എതിരെ ആരംഭിക്കാനാണ് മമതാ ബാനർജിയുടെ തീരുമാനം. ഒരു വശത്ത് ഇങ്ങനെ കേന്ദ്ര ഏജൻസികളോട് പരിശോധന നടത്തുക മാത്രമല്ല, ടിഎംസിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അടക്കം കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നു. ഇത് വലിയ തരത്തിൽ ചെറുക്കപ്പെടേണ്ടതാണ് എന്നാണ് മമതാ ബാനർജി വാദിക്കുന്നത്. പ്രധാനമായും ഇന്നലെ ഐപാക്കിൽ നടന്ന പരിശോധന കൃത്യമായി തന്നെ തൃണമൂൽ കോൺഗ്രസ് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു എന്നും മമത പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഐപാക്കിലേക്ക് മമത എത്തുകയും പിന്നീട് അവിടെ നാടകീയമായ പല രംഗങ്ങളും ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ സംസ്ഥാനത്ത് വ്യാപകമായി പ്രതിഷേധം നീട്ടിക്കൊണ്ടു പോകാനാണ് ഇപ്പോൾ മമതാ ബാനർജി തീരുമാനിച്ചിരിക്കുന്നത്. റാലികളടക്കം സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായി തന്നെ രാഷ്ട്രീയ മറുപടി ഇതിന് നൽകും. കാരണം ബിജെപി പിടിക്കാൻ ശ്രമിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് പശ്ചിമബംഗാൾ. വലിയ പ്രദേശമാണ് ഇപ്പോൾ ഇഡി അടക്കമുള്ള ഏജൻസികൾ ഭരിക്കുന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലേക്ക് പരിശോധനയ്ക്ക് എത്തിയത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സ്റ്റണ്ട് മാത്രമാണ് അത് എന്ന് വ്യക്തമാക്കാനാണ് മമതാ ബാനർജി ശ്രമിക്കുന്നത്. ബിജെപി ആകട്ടെ ഇഡി പരിശോധനയുമായി ഒരു ബന്ധവും തങ്ങൾക്ക് ഇല്ല എന്ന് അവകാശപ്പെടുന്നു. മറിച്ച് ഇഡിയുടെ പരിശോധന തടസ്സപ്പെടുത്തിയ മമതാ ബാനർജിക്കെതിരെ ആണ് കേസെടുക്കേണ്ടത്. കൃത്യമായി തന്നെ എന്തൊക്കെയോ മറയ്ക്കാൻ ഉള്ളതുകൊണ്ടാണ് മമത അത്തരത്തിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് പരിശോധനകളെ എതിർക്കുന്നതെന്നടക്കമുള്ള വിമർശനങ്ങളും ഇപ്പോൾ എന്താണ് നോബിൾ, വ്യക്തമാണ്. എന്തായാലും പശ്ചിമ ബംഗാളിൽ ഇഡി നടപടിക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം. നോബിൾ പാനിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.